നമസ്കാരം കൂട്ടുകാരെ, കേരള റെസിപ്പീസിലോട്ട് സ്വാഗതം. ഇന്നിവിടെ വളരെ എളുപ്പത്തിൽ മത്തങ്ങയും തേങ്ങയും വെച്ചിട്ട് നമ്മളൊരു മത്തങ്ങ ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കുട്ടികൾക്ക് വരെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ മത്തങ്ങക്കറി ഉണ്ടാക്കുന്നതിന് ഒരു 400 ഗ്രാം മത്തങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്കൊരു 250 ഗ്രാം തൊട്ട്, അതായത് 1/4 കിലോ തൊട്ട് 1/2 കിലോ വരെ മത്തങ്ങ കൊണ്ട് ഇതുപോലെ കറി ഈ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് മത്തങ്ങ മീഡിയം സൈസ് കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുന്നു. അതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന്, അതായത് മത്തങ്ങ കഷ്ണങ്ങൾ മൂടിക്കിടക്കുന്ന ഭാഗത്തിന് വെള്ളം ഒഴിക്കണം. അതിനുശേഷം ഇത് അടച്ച് ഒരു 6 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചാൽ മതിയാകും. അതിനുശേഷം പ്രഷറൊക്കെ പോകാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിനിടയിൽ നമുക്ക് ഒരു അരമുറി തേങ്ങ എടുക്കാം. അപ്പോൾ ഗ്യാസ് പ്രോബ്ലമൊക്കെ മത്തങ്ങ കൂട്ടുന്ന അങ്ങനെയുള്ളവർക്ക് ഒരു നുള്ള് ജീരകം കൂടി ചേർക്കാം. അതിലോട്ട് ആവശ്യാനുസരണം വെള്ളം ചേർത്തിട്ട്, ഞാൻ ഇവിടെ 1 കപ്പോളം ഉപയോഗിച്ചിട്ടുണ്ട് വെള്ളം. നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ മത്തങ്ങയൊക്കെ വെന്ത് കഴിഞ്ഞു. നന്നായിട്ട് ഇനി ഇതൊന്ന് അമർത്തി, കണ്ടില്ലേ, മത്തങ്ങയൊക്കെ നന്നായിട്ടൊന്ന് അമർത്തി ഒന്ന് മാഷ് ചെയ്തെടുക്കുക. ഇതുപോലെ ഉടച്ചെടുത്ത മത്തങ്ങ കഷ്ണങ്ങളിലോട്ട് നമുക്ക് അരച്ച അരപ്പ് ചേർക്കാം. അതിനുശേഷം തീ ഓണാക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഒരു ചെറുതായിട്ട് ആവി വരണ കാണുമ്പോഴേക്കും, തിളയ്ക്കുന്നതിന് മുന്നേട്ടോ, ആവി വരണ കാണുമ്പോഴേക്കും നമുക്ക് തീ ഓഫാക്കണം. തീ ഓഫാക്കിയ ശേഷം നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് നല്ല പച്ചക്കറിവേപ്പില കൂടി ചേർക്കുക. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മത്തങ്ങക്കറി വളരെ ഈസി ആയിട്ട് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.